സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും കഴിച്ചു പോകാനോ? ഇല്ലച്ചാ, വിനയൻ പുറത്തുനിന്ന് എല്ലാവർക്കും ആഹാരം വാങ്ങിക്കാന്നാ പറഞ്ഞ്. അതെന്താ, ഈ വീട്ടിൽ നിന്ന് അവരെ ആഹാരമൊന്നും കഴിക്കില്ലേ? അയ്യോ അതല്ലച്ചാ, എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്, നോൺ വെജ് കഴിക്കണമെന്നാ അവര് പറഞ്ഞ്. ആ അതെ, ഉച്ചയ്ക്ക് അവര് ഇവിടെ നിന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചു കാണില്ല. ആ അതെ, അതുകൊണ്ടുകൂടിയാ ഞാനും സമ്മതിച്ചത്. ഞാൻ കഞ്ഞി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ രഘുവേട്ടന് അത് മതിയെന്ന് പറഞ്ഞു. ദേക്കമ്മാവനെ അഭിമുഖീകരിക്കാൻ മടിയുള്ളത് കൊണ്ടുകൂടിയാ അവര് വിനയനെ കൊണ്ട് ഫുഡ് വാങ്ങിപ്പിച്ചത്. അതാകുമ്പോ മുറിയിലിരുന്ന് കഴിക്കാമല്ലോ. ദയേന്ദ്ര എന്നെ അഭിമുഖീകരിക്കാൻ മടിക്കുന്നത് അവൾക്ക് പറയാനുള്ള അവള് പറഞ്ഞു. എന്റെ കടമയൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്തു. അതവിടെ വെച്ച് തന്നെ കഴിഞ്ഞില്ലേ? ഞാനതൊക്കെ അപ്പോഴേ മറന്നുപോയെന്ന് അവളോട് പറഞ്ഞേക്ക്. ആ, സ്വർണം പണയം വെക്കുന്ന കാര്യത്തില് അച്ഛന്റെ അടുത്ത തീരുമാനം എന്താ? അതറിഞ്ഞിട്ട് തിരിച്ചു പോണോന്ന് കരുതിയാ എല്ലാവരും നിൽക്കുന്നത്, ഈ ഞാനും. അടുത്ത തീരുമാനം എന്നൊന്നുമില്ല, നേരത്തെ എടുത്ത തീരുമാനം തന്നെ. നാളെ 11 മണിക്കുള്ളിൽ കുര്യനും മുരളിയും വരും. തറവാടിന്റെ പാരമ്പര്യവും വിശ്വാസവും അവിടെ ഉള്ളവരുടെ വിലക്കും ഒക്കെ അവഗണിച്ച് ഞാൻ ആ സ്വർണം പണയം വയ്ക്കാൻ തീരുമാനിച്ചത് രഘുവിന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി. അതെനിക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. അമ്മ, ചെറുടെയൊക്കെ എതിർപ്പും അവകാശവാദവും ഒക്കെ കാണുമ്പോ എനിക്ക് വേണ്ടി മാത്രമായിട്ട് അമ്മാവനിത് ചെയ്യണ്ടെന്നാ എന്റെ അഭിപ്രായം. വേണ്ട രഘു, നിന്റെ അഭിപ്രായത്തിനൊപ്പം നിൽക്കാൻ അമ്പിളി തയ്യാറാവില്ല. അതുകൊണ്ട് ഇത് നടന്നേ പറ്റൂ. ആരെതിർത്താലും ഞാനിത് നടത്തിയിരിക്കും. അച്ഛാ, അച്ഛന്റെ തീരുമാനത്തെ ആരും ഇനി എതിർക്കാനൊന്നും പോകുന്നില്ല. പിന്നെ തറവാട്ടിൽ നിന്ന് കിട്ടിയ സ്വർണവും പണമൊക്കെ ഉപയോഗിച്ച് അച്ഛൻ ബാക്കി മക്കൾക്കൊക്കെ ഓരോന്ന് ചെയ്തു കൊടുത്തപ്പോ അച്ഛൻ ചീരുവിന് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള പരാതി ബാക്കിയാവുന്നു മാത്രം. ചീരുവും വിനയനും നേരത്തെ ആവശ്യങ്ങളൊന്നും പറയാതിരുന്നുകൊണ്ടാ ഞാനതത്ര കാര്യമാക്കാതിരുന്നത്. പക്ഷേ ഇപ്പൊ അവരും ആവശ്യക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അമ്മാവനെന്നാ ഒരു കാര്യം ചെയ്യും, 80 പവൻ സ്വർണം പണയം വെച്ച് എത്ര കിട്ടുന്നോ അത് അമ്പിളിക്കും ചീരുവിനും തുല്യമായി വിധിച്ചു കൊടുക്കാന്ന് പറ. അത് ചിലപ്പോ രണ്ടുപേരുടെയും ആവശ്യത്തിന് തികഞ്ഞില്ലാന്ന് വരും. പിന്നെ മഞ്ചാടിക്ക് വേണ്ടി മാറ്റിവെച്ച സ്വർണം കൂടി എടുത്ത് പണയം വെക്കണം. ഞാൻ എന്തായാലും കുര്യനുമായി ഒന്ന് സംസാരിച്ചു നോക്കാം. അത്രയും പണം തരാൻ അയാൾ തയ്യാറാണോന്ന് കൂടി അറിയണമല്ലോ. ഇപ്പൊ എന്തായാലും നിങ്ങൾ ആരോടും ഇതേക്കുറിച്ച് പറയണ്ട. ഇനി ആരെയും പ്രതീക്ഷ കൊടുത്ത് പറ്റിക്കാൻ വയ്യ എനിക്ക്. കുര്യൻ സാറിന് അമ്മാവൻ ചോദിക്കുന്ന പണം കൊടുക്കാൻ തോന്നിയാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ഇതിന്റെ പേരിലെ പിന്നെയും ചീരുവിന് സ്വൈര്യം കൊടുക്കില്ല. എല്ലാം നടക്കും രഘുവേട്ടൻ. രഘുവേട്ടൻ കഞ്ഞി കുടിക്ക്.